ശാന്തി. 11/9/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ തൻ്റെ സ്വഭാവം നന്നാക്കുന്നതിന് വേണ്ടി ബാബയുടെ അടുക്കൽ വന്നിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ദൈവിക ക്യാരക്ടേഴ്സ് ഉണ്ടാക്കേണ്ടതുണ്ട്. ചോദ്യം: കുട്ടികളായ നിങ്ങളെ കണ്ണുകൾ അടച്ചിരിക്കുന്നതിൽ വിലക്കുന്നത് എന്തുകൊണ്ട്? ഉത്തരം: കാരണം ദൃഷ്ടിയിലൂടെ തൃപ്തമാക്കുന്ന ബാബ നിങ്ങളുടെ മുന്നിലുണ്ട്. അഥവാ കണ്ണുകൾ അടഞ്ഞിരിക്കുകയാണെങ്കിൽ എങ്ങനെ തൃപ്തമാകും? സ്കൂളിൽ കണ്ണുകൾ അടച്ചിരിക്കാറില്ല. കണ്ണുകൾ അടഞ്ഞിരുന്നാൽ ആലസ്യം വരും. കുട്ടികളായ നിങ്ങൾ സ്കൂളിൽ പഠനം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സോഴ്സ് ഓഫ് ഇൻകമാണ്. ലക്ഷങ്ങളുടെയും പദമങ്ങളുടെയും സമ്പാദ്യം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സമ്പാദ്യത്തിൽ അലസതയും വിഷമവും വരിക സാധ്യമല്ല. ഓം ശാന്തി. മധുരമായ ആത്മീയ കുട്ടികളെ പ്രതി ബാബ മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികൾ ഇതറിയുന്നുണ്ട്. ആത്മീയ പിതാവ് പരംധാമത്തിൽ നിന്നും വന്ന് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ബാബയുമായി ആത്മാവിൻ്റെ യോഗം യോജിപ്പിക്കുവാൻ പഠിപ്പിക്കുന്നു. അതിനെ ഓർമ്മയുടെ യാത്ര എന്ന് പറയുന്നു. ബാബയെ ഓർമ്മിച്ച് മധുരമായ ആത്മീയ കുട്ടികളായി നിങ്ങൾ പവിത്രമായി തൻ്റെ പവിത്രമായ ശാന്തിധാമത്തിൽ എത്തിച്ചേരും എന്നതും പറഞ്ഞു തന്നു. എത്ര സഹജമായ അറിവാണ്! സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. തൻ്റെ പ്രിയതമനായ പരിധിയില്ലാത്ത ബാബയെ ഓർമ്മിക്കൂ. അപ്പോൾ നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപം ഏതൊന്നാണോ അത് ഭസ്മമായിക്കൊണ്ടിരിക്കും. ഇതിനെ തന്നെയാണ് യോഗ അഗ്നി എന്ന് പറയുന്നത്. ഇത് ഭാരതത്തിൻ്റെ പ്രാചീന രാജയോഗമാണ്. അത് ബാബ തന്നെയാണ് ഓരോ 5000 വർഷത്തിനു ശേഷവും വന്ന് പഠിപ്പിക്കുന്നത്. പരിധിയില്ലാത്ത ബാബ തന്നെയാണ് ഭാരതത്തിൽ ഈ സാധാരണ ശരീരത്തിൽ വന്ന് കുട്ടികളായ നിങ്ങളെ മനസ്സിലാക്കിക്കുന്നത്. ഈ ഓർമ്മയിലൂടെ തന്നെയാണ് നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളിലെ പാപമില്ലാതാകുന്നത്. കാരണം ബാബ പതീത പാവനാണ്, സർവശക്തിമാനുമാണ്. നിങ്ങളുടെ ആത്മാവിൻ്റെ ബാറ്ററി ഇപ്പോൾ തമോ പ്രധാനമായി. അത് സദോ പ്രധാനമായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് സദോ പ്രധാനമായ ലോകത്തിൽ പോകാൻ കഴിയും വിധം, അഥവാ ശാന്തിധാമമാകുന്ന വീട്ടിൽ പോകാൻ കഴിയും വിധം അതിനെ വീണ്ടും എങ്ങനെ സദോ പ്രധാനമാക്കും? കുട്ടികൾ ഇത് വളരെ നല്ല രീതിയിൽ ഓർമ്മ വയ്ക്കേണ്ടതുണ്ട്. ബാബ കുട്ടികൾക്ക് ഈ ഡോസ് നൽകുന്നു. ഈ ഓർമ്മയുടെ യാത്ര എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും. എത്ര സാധിക്കുമോ ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരുന്നു കൊണ്ടും കമലപുഷ്പ സമാനം പവിത്രമായി ജീവിക്കണം. ബാബയെയും ഓർമ്മിക്കണം. അതിനോടൊപ്പം ദൈവിക ഗുണവും ധാരണ ചെയ്യണം. കാരണം ലോകത്തിലുള്ളവരുടേത് ആസുരീയ ക്യാരക്ടേഴ്സാണ്. കുട്ടികളായി നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് ദൈവിക ക്യാരക്ടേഴ്സ് ഉണ്ടാക്കുവാനാണ്. ഈ ലക്ഷ്മി നാരായണന്റെ ക്യാരക്ടേഴ്സ് വളരെ മധുരമായിരുന്നു. ഭക്തിമാർഗത്തിൽ അവരുടെ തന്നെ മഹിമ പാടപ്പെട്ടിട്ടുണ്ട്. ഭക്തിമാർഗം എപ്പോൾ മുതൽ ആരംഭിക്കുന്നു? ഇതും ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി. രാവണരാജ്യം എപ്പോൾ മുതൽ ആരംഭിച്ചു? ഇതും ഇപ്പോൾ മനസ്സിലാക്കി. കുട്ടികളായി നിങ്ങൾ ഈ മുഴുവൻ നോളജും ബുദ്ധിയിൽ വയ്ക്കേണ്ടതുണ്ട്. നമ്മൾ ജ്ഞാനസാഗരമായ ആത്മീയ പിതാവിൻ്റെ കുട്ടികളാണ്. ഇപ്പോൾ ആത്മീയ പിതാവ് നമ്മളെ പഠിപ്പിക്കാൻ വരുന്നു എന്ന് അറിയുന്നുവെന്നിരിക്കെ ഇതും നിങ്ങൾക്കറിയാം. ഇത് ഏതെങ്കിലും ഓർഡിനറി ബാബയല്ല. ഇത് ആത്മീയ പിതാവാണ്. ആ ഒന്ന് നമ്മളെ പഠിപ്പിക്കുവാൻ വന്നിരിക്കുകയാണ്. ആ ഒന്നിൻ്റെ നിവാസസ്ഥാനം സദാ ബ്രഹ്മലോകത്തിലാണ്. എല്ലാവരുടെയും ലൗകിക പിതാവ് ഇവിടെയാണ്. ഇത് കുട്ടികൾ നല്ല രീതിയിൽ നിശ്ചയത്തിൽ വെക്കണം. നമ്മൾ ആത്മാക്കളെ പഠിപ്പിക്കുന്നവൻ പരംപിത പരമാത്മാവാണ്.
അത് പരിധിയില്ലാത്ത പിതാവാണ്. ഭക്തിമാർഗത്തിൽ ലൗകിക പിതാവുണ്ടായിരുന്നിട്ടും പരംപിതാ പരമാത്മാവിനെ വിളിക്കുന്നു. ആ ഒന്നിൻ്റെ ഒരേ ഒരു യഥാർത്ഥ നാമം ശിവൻ എന്നാണ്. ബാബ സ്വയം മനസ്സിലാക്കിച്ചു തരുന്നു, മധുരമധുരമായ കുട്ടികളെ, എൻ്റെ നാമം ഒരേ ഒരു ശിവൻ എന്നാകുന്നു. അനേകം നാമങ്ങളും അനേകം ക്ഷേത്രങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. എങ്കിലും അതെല്ലാം ഭക്തിമാർഗത്തിലെ സാമഗ്രികളാണ്. എൻ്റെ യഥാർത്ഥ നാമം ഒരേ ഒരു ശിവൻ എന്നാണ്. കുട്ടികളായ നിങ്ങളെ ആത്മാവ് എന്ന് തന്നെയാണ് പറയുന്നത്. സാലിഗ്രാമം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. അനേകം സാലിഗ്രാമമുണ്ട്. ശിവൻ ഒന്ന് തന്നെയാണ്. ആ ഒന്ന് പരിധിയില്ലാത്ത പിതാവാണ്. ബാക്കി എല്ലാവരും കുട്ടികളാണ്. ഇതിനു മുമ്പേ പരിധിയുള്ള കുട്ടികളായ നിങ്ങൾ പരിധിയുള്ള ബാബയുടെ അടുക്കൽ, പിതാവിൻ്റെ അടുക്കൽ കഴിഞ്ഞിരുന്നു. ജ്ഞാനമുണ്ടായിരുന്നില്ല. പിന്നെ അനേകം പ്രകാരത്തിലുള്ള ഭക്തി ചെയ്തുകൊണ്ടേയിരുന്നു. പകുതി കൽപ്പം ഭക്തി ചെയ്തു. ദ്വാപരം മുതൽ ഭക്തി ആരംഭിക്കുന്നു. രാവണ രാജ്യവും ആരംഭിച്ചു. ഇത് വളരെ സഹജമായ കാര്യമാണ്. എന്നാൽ ഇത്രയും സഹജമായ കാര്യം പോലും ആരെങ്കിലും മനസ്സിലാക്കുന്നത് പ്രയാസമാണ്. രാവണ രാജ്യം എപ്പോൾ മുതൽ ആരംഭിക്കുന്നു? ഇതും ആരും അറിയുന്നില്ല. മധുരമായ കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്, ബാബ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം. എന്താണോ ആ ഒന്നിൻ്റെ അടുക്കൽ ഉള്ളത് അത് വന്ന് കുട്ടികൾക്ക് നൽകുന്നു. ശാസ്ത്രങ്ങൾ ഭക്തിമാർഗത്തിൻ്റെതാണ്. ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു. ജ്ഞാനം, ഭക്തി, പിന്നെയാണ് വൈരാഗ്യം. ഇവ മൂന്നും മുഖ്യമായവയാണ്. ജ്ഞാനം, ഭക്തി, വൈരാഗ്യം എന്നത് സന്യാസിമാരും അറിയുന്നുണ്ട്. എന്നാൽ സന്യാസിമാരുടേത് തൻ്റെ പരിധിയുള്ള വൈരാഗ്യമാണ്. അവർക്ക് പരിധിയില്ലാത്ത വൈരാഗ്യം പഠിപ്പിക്കാൻ സാധിക്കില്ല. രണ്ട് പ്രകാരത്തിലുള്ള വൈരാഗ്യമുണ്ട്. ഒന്നാണ് പരിധിയുള്ളത്, രണ്ടാമത്തേതാണ് പരിധിയില്ലാത്തത്. അത് ഹഠയോഗി സന്യാസിമാരുടെ വൈരാഗ്യമാണ്. ഇത് പരിധിയില്ലാത്തതാണ്. നിങ്ങളുടേത് രാജയോഗമാണ്. അവർ വീടും കുടുംബവും ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോകുന്നു. അപ്പോൾ അവർക്ക് വയ്ക്കപ്പെടുന്ന നാമമേ സന്യാസി എന്നാണ്. ഹഠയോഗികൾ വീടും കുടുംബവും ഉപേക്ഷിക്കുന്നു പവിത്രമായി കഴിയുന്നതിന് വേണ്ടി. ഇതും നല്ലതാണ്. ബാബ പറയുന്നു, ഭാരതം വളരെ പവിത്രമായിരുന്നു. ഇത്രയും പവിത്ര ഖണ്ഡം മറ്റൊന്നില്ല. ഭാരതത്തിന് വളരെ ഉയർന്ന മഹിമയുണ്ട്. അത് ഭാരതവാസികൾ സ്വയം അറിയുന്നില്ല. ബാബയെ മറന്നത് കാരണം സർവ്വതും മറക്കുന്നു. അതായത് നാസ്തികരും അനാഥരുമായി മാറുന്നു. സത്യയുഗത്തിൽ എത്ര സുഖവും ശാന്തിയും ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്ര ദുഃഖവും അശാന്തിയുമാണ്. മൂലവതനമാണെങ്കിൽ ശാന്തിധാമമാണ്. അവിടെ നമ്മൾ ആത്മാക്കൾ വസിക്കുന്നു. ആത്മാക്കൾ തൻ്റെ വീട്ടിൽ നിന്നും ഇവിടെ വരുന്നു പരിധിയില്ലാത്ത പാർട്ട് അഭിനയിക്കുവാൻ. പരിധിയില്ലാത്ത പിതാവ് പുതിയ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി വരുന്നു എന്നിരിക്കെ ഇപ്പോൾ ഇത് പുരുഷോത്തമ സംഗമയുഗമാണ്. ബാബ വന്ന് ഉത്തമത്തിലും ഉത്തമമാക്കുന്നു. ഉയർന്നതിലും ഉയർന്ന ഭഗവാൻ എന്ന് പറയുന്നു. എന്നാൽ അത് ആരാണ്? ആരെയാണ് പറയുന്നത്? ഇതൊന്നും മനസ്സിലാക്കുന്നില്ല. ഒരു വലിയ ലിംഗം വെച്ചിരിക്കുകയാണ്. ഇത് നിരാകാരനായ പരമാത്മാവാണ് എന്ന് മനസ്സിലാക്കുന്നു. അത് നമ്മൾ ആത്മാക്കളുടെ പിതാവാണ് എന്നതും മനസ്സിലാക്കുന്നില്ല. കേവലം പൂജിക്കുന്നു. എപ്പോഴും ശിവ് ബാബ എന്നാണ് പറയുന്നത്. രുദ്ര ബാബ എന്നോ ബബുൾനാഥ് ബാബ എന്നോ പറയില്ല. നിങ്ങൾ എഴുതുന്നുമുണ്ട്, ശിവ് ബാബയെ ഓർമ്മയുണ്ടോ? സമ്പത്ത് ഓർമ്മയുണ്ടോ? ഈ സ്ലോഗൻ ഓരോ വീട്ടിലും വെക്കേണ്ടതാണ്. ശിവ് ബാബയെ ഓർമ്മിക്കൂ, എങ്കിൽ പാപം ഭസ്മമാകും. കാരണം പതീത പാവനൻ ഒരേ ഒരു ബാബയാണ്. ഈ പതീത ലോകത്തിൽ പാവനമായ ഒരാൾ പോലും ഉണ്ടായിരിക്കുക സാധ്യമല്ല. പാവന ലോകത്തിൽ പിന്നെ പതീതമായ ഒരാൾ പോലും ഉണ്ടായിരിക്കുന്നില്ല. ശാസ്ത്രങ്ങളിൽ എല്ലാ സ്ഥാനവും പതീതമായി എഴുതിയിരിക്കുന്നു. ത്രേതായിലും രാവണനുണ്ടായിരുന്നു, സീതയെ അപഹരിച്ചു എന്ന് പറയുന്നു. ശ്രീകൃഷ്ണനോടൊപ്പം കംസനെ, ജരാസന്ധയെ, ഹിരണ്യകശ്യപനെയും മറ്റും കാണിച്ചിരിക്കുന്നു. ശ്രീകൃഷ്ണനിൽ കളങ്കം ചാർത്തിയിരിക്കുകയാണ്.
ഇപ്പോൾ സത്യയുഗത്തിൽ ഇവരെല്ലാം ഉണ്ടായിരിക്കുക സാധ്യമല്ല. എത്ര അസത്യമായ കളങ്കം ചാർത്തിയിരിക്കുന്നു! ബാബയിലും കളങ്കം ചാർത്തിയിരിക്കുന്നു. അപ്പോൾ ദേവതമാരിലും കളങ്കം ചാർത്തിയിരിക്കുകയാണ്. എല്ലാവരുടെയും അപകീർത്തി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, ഈ ഓർമ്മയുടെ യാത്ര ആത്മാവിനെ പവിത്രമാക്കുന്നതിൻ്റെതാണ്. പാവനമായ ശേഷം പാവന ലോകത്തിലേക്ക് പോകണം. ബാബ 84ന്റെ ചക്രവും മനസ്സിലാക്കിച്ചു തരുന്നു. ഇപ്പോൾ ഇത് നിങ്ങളുടെ അന്തിമ ജന്മമാണ്. പിന്നീട് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. വീട്ടിലേക്ക് ശരീരം പോവുകയില്ല. എല്ലാ ആത്മാക്കൾക്കും പോകേണ്ടതുണ്ട്. അതിനാൽ മധുരമധുരമായ ആത്മീയ കുട്ടികളെ, സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കി ഇരിക്കൂ. ദേഹമായി മനസ്സിലാക്കരുത്. മറ്റു സത്സംഗങ്ങളിലാണെങ്കിൽ നിങ്ങൾ ദേഹാഭിമാനിയായി ഇരിക്കുന്നു. ഇവിടെ ബാബ പറയുന്നു, ദേഹി അഭിമാനിയായി ഇരിക്കൂ. ഏതുപോലെ എന്നിൽ ഈ സംസ്കാരമുണ്ടോ, ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്. ഇങ്ങനെ കുട്ടികളായ നിങ്ങളും ആകണം. പരിധിയില്ലാത്ത പിതാവിൻ്റെയും പരിധിയുള്ള പിതാവിൻ്റെയും കോൺട്രാസ്റ്റും പറഞ്ഞു തരുന്നു. പരിധിയില്ലാത്ത പിതാവിരുന്ന് നിങ്ങൾക്ക് മുഴുവൻ ജ്ഞാനവും മനസ്സിലാക്കിച്ചു തരുന്നു. മുൻപ് അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു, അതിൻ്റെ ആദ്യമധ്യ അന്ത്യവും ചക്രത്തിൻ്റെ ആയുസ്സും എത്രയാണ്, എല്ലാം പറഞ്ഞു തരുന്നു. ഭക്തിമാർഗത്തിലാണെങ്കിൽ കൽപ്പത്തിൻ്റെ ആയുസ് ലക്ഷക്കണക്കിന് വർഷങ്ങൾ എന്ന് കേൾപ്പിച്ച് ഘോര അന്ധകാരത്തിൽ തള്ളിയിട്ടു. താഴേക്ക് തന്നെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം നമ്മൾ ഭക്തി ചെയ്യുന്നുവോ അത്രയും ബാബയും താഴേക്ക് ആകർഷിക്കും എന്ന് പറയുകയും ചെയ്യുന്നുവല്ലോ. ബാബ വന്ന് നമ്മളെ പാവനമാക്കും, ബാബയെ ആകർഷിക്കുന്നു. കാരണം പതീതമാണ്, വലിയ ദുഃഖിതരായി മാറുന്നു. പിന്നെ പറയുന്നു, നമ്മൾ ബാബയെ വിളിക്കുന്നു, ബാബയും കാണുന്നു. തീർത്തും ദുഃഖിതരും തമോ പ്രധാനവുമായിരിക്കുകയാണ്. 5000 വർഷം പൂർത്തിയായി. അപ്പോൾ പിന്നെ വരുന്നു. ഈ പഠനം ഈ പഴയ ലോകത്തിലേക്ക് വേണ്ടിയുള്ളതല്ല. നിങ്ങളുടെ ആത്മാവ് ധാരണ ചെയ്ത് കൂടെ കൊണ്ടുപോകും. ഏതുപോലെ ഞാൻ ജ്ഞാനത്തിൻ്റെ സാഗരമാണ്, നിങ്ങളും ജ്ഞാനത്തിൻ്റെ നദികളാണ്. ഈ നോളജ് ഈ ലോകത്തിലേക്ക് വേണ്ടിയുള്ളതല്ല. ഇത് മോശമായ ലോകമാണ്, മോശമായ ശരീരമാണ്. ഇതിനെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. ശരീരം ഇവിടെ പവിത്രമാവുക സാധ്യമല്ല. ഞാൻ ആത്മാക്കളുടെ പിതാവാണ്. ആത്മാക്കളെ തന്നെയാണ് പവിത്രമാക്കുവാൻ വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും മനുഷ്യർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. തീർത്തും കല്ലുബുദ്ധിയും പതീതവുമാണ്. അതിനാൽ പതീത പാവന എന്ന് പാടുന്നു. ആത്മാവ് തന്നെയാണ് പതീതമായിരിക്കുന്നത്. ആത്മാവ് തന്നെയാണ് സർവ്വതും ചെയ്യുന്നത്. ഭക്തിയും ആത്മാവാണ് ചെയ്യുന്നത്. ശരീരവും ആത്മാവാണ് എടുക്കുന്നത്. ഇപ്പോൾ ബാബ പറയുന്നു, ഞാൻ ആത്മാക്കളായി നിങ്ങളെ കൊണ്ടുപോകുവാൻ വന്നിരിക്കുന്നു. ഞാൻ പരിധിയില്ലാത്ത ബാബ ആത്മാക്കളായ നിങ്ങൾ വിളിച്ചതനുസരിച്ച് വന്നിരിക്കുന്നു. നിങ്ങൾ എത്ര വിളിച്ചു? ഇപ്പോൾ വരെയും വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹേ പതീത പാവന, ഓ ഗോഡ് ഫാദർ, വന്ന് ഈ പഴയ ലോകത്തിലെ ദുഃഖങ്ങളിൽ നിന്നും ഡെവിളിൽ നിന്നും ലിബറേറ്റ് ചെയ്യൂ. അപ്പോൾ നമ്മളേവരും വീട്ടിലേക്ക് പോകട്ടെ. നമ്മുടെ വീട് എവിടെയാണ്, വീട്ടിലേക്ക് എങ്ങനെ, എപ്പോൾ പോകും എന്ന് മറ്റാർക്കും അറിയുകയില്ല. മുക്തിയിൽ പോകുന്നതിനു വേണ്ടി എത്ര തലയിട്ടടിക്കുന്നു, എത്ര ഗുരുക്കന്മാരെ സ്വീകരിക്കുന്നു. ജന്മജന്മാന്തരങ്ങളായി തലയിട്ടടിച്ചു വന്നു. ആ ഗുരുക്കന്മാർ ജീവൻ മുക്തിയുടെ സുഖം അറിയുന്നതേയില്ല. അവർ ആഗ്രഹിക്കുന്നത് മുക്തിയാണ്. വിശ്വത്തിൽ ശാന്തി എങ്ങനെ ഉണ്ടാകും എന്ന് പറയുകയും ചെയ്യുന്നു. സന്യാസിമാരും മുക്തിയെ തന്നെയാണ് അറിയുന്നത്, ജീവൻ മുക്തിയെ അറിയുന്നില്ല. എന്നാൽ മുക്തിയും ജീവൻ മുക്തിയും രണ്ട് സമ്പത്തും ബാബ തന്നെയാണ് നൽകുന്നത്. നിങ്ങൾ എപ്പോഴാണോ ജീവൻ മുക്തിയിലിരിക്കുന്നത്, അപ്പോൾ ബാക്കി എല്ലാവരും മുക്തിയിലേക്ക് പോകുന്നു. ഇപ്പോൾ കുട്ടികളായി നിങ്ങൾ നോളജ് എടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് ആകുന്നതിന് വേണ്ടി നിങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ സുഖം കണ്ടത്. പിന്നെ ഏറ്റവും അധികം ദുഃഖവും നിങ്ങളാണ് കണ്ടത്.
ആദി സനാതന ദേവീ ദേവതാ ധർമ്മത്തിലുള്ള നിങ്ങൾ തന്നെയാണ് പിന്നെ ധർമ്മഭ്രഷ്ടവും കർമ്മഭ്രഷ്ടവും ആയത്. നിങ്ങൾ പവിത്ര പ്രവൃത്തി മാർഗത്തിലുള്ളവരായിരുന്നു. ഈ ലക്ഷ്മി നാരായണൻ പവിത്ര പ്രവൃത്തി മാർഗത്തിലേതാണ്. വീടും കുടുംബവും ഉപേക്ഷിക്കുക എന്നത് സന്യാസിമാരുടെ ധർമ്മമാണ്. സന്യാസിമാരും ആദ്യം നല്ലവരായിരുന്നു. നിങ്ങളും ആദ്യം വളരെ നല്ലവരായിരുന്നു. ഇപ്പോൾ തമോ പ്രധാനമായിരിക്കുന്നു. ബാബ പറയുന്നു, ഇത് ഡ്രാമയുടെ കളിയാണ്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഈ പഠനം തന്നെ പുതിയ ലോകത്തിനു വേണ്ടിയാണ്. പതീത ശരീരത്തിൽ പതീത ലോകത്തിൽ ഡ്രാമയനുസരിച്ച് എനിക്ക് വീണ്ടും 5000 വർഷങ്ങൾക്ക് ശേഷം വരേണ്ടി വരുന്നു. കൽപ്പം ലക്ഷക്കണക്കിന് വർഷങ്ങളുടേതുമല്ല. ഞാൻ സർവവ്യാപിയുമല്ല. നിങ്ങൾ എൻ്റെ ഈ ഗ്ലാനി ചെയ്തു വന്നു. ഞാനും പിന്നെ നിങ്ങളുടെ മേൽ എത്ര ഉപകാരം ചെയ്യുന്നു. എത്രത്തോളം ശിവബാബയുടെ ഗ്ലാനി ചെയ്തുവോ അത്രയും മറ്റാരുടെയും ചെയ്തില്ല. ഏതൊരു പിതാവാണോ നിങ്ങളെ വിശ്വത്തിൻ്റെ അധികാരിയാക്കുന്നത്, ആ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ സർവവ്യാപിയാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എപ്പോഴാണോ അപകീർത്തിയുടെയും പരിധി ഉണ്ടാകുന്നത്, അപ്പോൾ വീണ്ടും ഞാൻ വന്ന് ഉപകാരം ചെയ്യുന്നു. ഇതാണ് പുരുഷോത്തമ സംഗമയുഗം, മംഗളകാരി യുഗം. ഇതിൽ നിങ്ങളെ പാവനമാക്കുവാൻ വരുന്നു. പാവനമാക്കുന്നതിൻ്റെ എത്ര സഹജമായ യുക്തി പറഞ്ഞു തരുന്നു. നിങ്ങൾ ഭക്തിമാർഗത്തിൽ വളരെയധികം തിക്കും തിരക്കും കൊണ്ടു കുളത്തിലും സ്നാനം ചെയ്യാൻ പോകുന്നു. ഇതിലൂടെ പാവനമായി മാറും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ആ ജലമെവിടെ? പതീത പാവനായ ബാബ എവിടെ? അതെല്ലാം ഭക്തിമാർഗമാണ്. ഇത് ജ്ഞാനമാർഗമാണ്. മനുഷ്യർ എത്ര ഘോര അന്ധകാരത്തിലാണ്. കുംഭകർണന്റെ നിദ്രയിൽ ഉറങ്ങിയിരിക്കുകയാണ്. ഇതും നിങ്ങൾ അറിയുന്നുണ്ട്. വിനാശകാലേ വിപരീത ബുദ്ധി വിനശന്തി എന്ന് പാടപ്പെടുകയും ചെയ്യുന്നു. ഇപ്പോൾ നിങ്ങളുടേത് നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് പ്രീതബുദ്ധിയാണ്. പൂർണ്ണമായുമല്ല, കാരണം മായ അടിക്കടി മറപ്പിക്കുന്നു. ഇത് 5 വികാരങ്ങളുടെ യുദ്ധമാണ്. 5 വികാരങ്ങളെയാണ് രാവണൻ എന്ന് പറയുന്നത്. രാവണനിൽ കഴുതയുടെ ശിരസ് കാണിക്കുന്നു. ബാബ ഇതും മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്. സ്കൂളിൽ ഒരിക്കലും കണ്ണുകൾ അടച്ച് ഇരിക്കാറില്ല. അവരാണെങ്കിൽ ഭക്തിമാർഗത്തിൽ ഭഗവാനെ ഓർമ്മിക്കുന്നതിന് കണ്ണുകൾ അടച്ചിരിക്കൂ എന്ന് ശിക്ഷണം നൽകുന്നു. ഇവിടെയാണെങ്കിൽ ബാബ പറയുന്നു, ഇത് സ്കൂളാണ്. ദൃഷ്ടിയിലൂടെ സംതൃപ്തമാക്കുന്നു എന്ന് കേട്ടിട്ടുമുണ്ട്. ഇത് മാന്ത്രികനാണ് എന്ന് പറയുന്നു. ആ മഹിമയുമുണ്ടല്ലോ. ദേവതമാരും ദൃഷ്ടിയിലൂടെ സംതൃപ്തമാക്കുന്നു. ദൃഷ്ടിയിലൂടെ മനുഷ്യനെ ദേവതയാക്കുന്നവൻ മാന്ത്രികനായി. ബാബ ഇരുന്ന് ബാറ്ററി ചാർജ് ചെയ്യുന്നു. കുട്ടികൾ കണ്ണുകൾ അടച്ചിരിക്കുകയാണെങ്കിൽ എന്തു പറയും? സ്കൂളിൽ കണ്ണുകൾ അടച്ചല്ല ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ ആലസ്യം വരും. പഠനം സോഴ്സ് ഓഫ് ഇൻകം ആണ്. ലക്ഷങ്ങളുടെയും പദമങ്ങളുടെയും സമ്പാദ്യമാണ്. സമ്പാദ്യത്തിൽ ഒരിക്കലും കോട്ടുവ ഇടുകയില്ല. ഇവിടെ ആത്മാക്കൾക്ക് നന്നാകേണ്ടതുണ്ട്. ഈ എയിം ഓബ്ജക്റ്റ് നിൽക്കുകയാണ്. അവരുടെ രാജധാനി കാണണമെങ്കിൽ ദിൽവാലയിലേക്ക് പോകൂ. അത് ജഡമാണ്. ഇത് ചൈതന്യ ദിൽവാല ക്ഷേത്രമാണ്. ദേവതമാരുമുണ്ട്, സ്വർഗവുമുണ്ട്. സർവരുടെയും സദ്ഗതി ദാതാവ് ആബുവിൽ തന്നെയാണ് വരുന്നത്. അതിനാൽ വലുതിലും വലിയ തീർത്ഥസ്ഥാനം ആബുവായി. ഏതെല്ലാം ധർമ്മസ്ഥാപകർ അഥവാ ഗുരുക്കന്മാരുണ്ടോ എല്ലാവരുടെയും സദ്ഗതി ബാബ ഇവിടെ വന്നു ചെയ്യുന്നു. ഇത് ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ്. എന്നാൽ ഗുപ്തമാണ്. ഇതിനെ ആരും അറിയുന്നില്ല. ശരി, മധുരമധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ഏതൊരു സംസ്കാരം ബാബയിൽ ഉണ്ടായിരിക്കുന്നോ അതേ സംസ്കാരം ധാരണ ചെയ്യണം. ബാബയ്ക്ക് സമാനം ജ്ഞാനത്തിൻ്റെ സാഗരമാകണം. ദേഹി അഭിമാനിയായിരിക്കാനുള്ള അഭ്യാസം ചെയ്യണം.
ആത്മാവാകുന്ന ബാറ്ററിയെ സതോപ്രധാനം ആക്കുന്നതിനു വേണ്ടി നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഓർമ്മയുടെ യാത്രയിൽ ഇരിക്കണം. ദൈവിക ക്യാരക്ടേഴ്സ് ധാരണ ചെയ്യണം. വളരെ വളരെ മധുരമാകണം. വരദാനം: ത്രികാലദർശിയായി ദിവ്യ ബുദ്ധിയുടെ വരദാനത്തെ കാര്യത്തിൽ ഉപയോഗിക്കുന്ന സഫലതാ സമ്പന്നമായി ഭവിക്കട്ടെ. ബാബ്ദാദ ഓരോ കുട്ടിക്കും ദിവ്യ ബുദ്ധിയുടെ വരദാനം നൽകി. ദിവ്യ ബുദ്ധിയിലൂടെ തന്നെയാണ് ബാബയെയും സ്വയം തന്നെയും 3 കാലങ്ങളെയും സ്പഷ്ടമായി അറിയാൻ സാധിക്കുന്നത്, സർവശക്തികളെയും ധാരണ ചെയ്യുവാൻ സാധിക്കുന്നത്. ദിവ്യബുദ്ധിയുള്ള ആത്മാവ് ഏതൊരു സങ്കല്പത്തെയും കർമ്മത്തിലോ വാക്കിലോ കൊണ്ടുവരുന്നതിന് മുമ്പേ ഓരോ വാക്കിൻ്റെയും കർമ്മത്തിൻ്റെയും 3 കാലങ്ങളും അറിഞ്ഞ് പ്രാക്ടിക്കലിൽ വരുന്നു. അവരുടെ മുന്നിൽ പാസ്റ്റും ഫ്യൂച്ചറും പ്രസന്റ് എത്ര സ്പഷ്ടമാണോ അത്രയും സ്പഷ്ടമാണ്. അതേപോലെ ദിവ്യ ബുദ്ധിയുള്ളവർ ത്രികാലദർശിയായത് കാരണം സദാ സഫലതാ സമ്പന്നമായി മാറുന്നു. സ്ലോഗൻ: സമ്പൂർണ്ണ പവിത്രത ധാരണ ചെയ്യുന്നവർക്ക് തന്നെയാണ് പരമാനന്ദം അനുഭവിക്കാൻ സാധിക്കുന്നത്. ഓം ശാന്തി. മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും ശാന്തി സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ
പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു. ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു.